இதுக்கு எவ்வளோ? 140 எடுக்கட்டே? வேண்டாமா? அந்த வாழைப்பழம் போதும். அதுதான். அப்புறம் ആരോടി വീടരുത്. ആരാ കറക്കി കൊടുക്കുന്നേ? അർജിത്താ കറക്കുന്നേ. അച്ഛനെ എന്തു പറ്റി? மாறி, அங்க என்ன பண்ற? வா இங்க. வான்னு சொன்னா வர முடியாதா? வா இங்க. இங்க வா. இங்க வா. முத்து, முத்து, அம்மாவுக்கு கொஞ்சம் தண்ணி எடுத்துக்கோ. இந்தாம்மா தண்ணி. அம்மா, நம்ம காலையில பார்த்த ஸ்கூல் இல்லையா? ஆமா. அங்க நாங்களே படுக்க விட முடியுமா? என்ன கேட்டே? அந்த ஸ்கூலில் படிக்கிறதுக்கு நிறைய காசு கட்டணும். அது நம்மக்கிட்ட முடியாது. ஆனா இங்க இருந்தா போதும். சரி, அதை விட உங்களுக்கு இப்ப என்ன வேணும்? அந்த ஸ்கூலில் படிக்கணும், அவ்வளவுதானே? சரி, நைட்டுக்கு அப்பா வரும்போது சொல்லிடுறேன். மாரி, மாரி, அப்பா வந்துட்டேன். கொஞ்சம் சாப்பிட்றா. உங்க அக்காவுக்கு கொடு. என்னங்க என்னங்க என்னடி சொல்லி தொலை. அது வந்து பசங்க ஒரு ஆசை சொல்லியாச்சு. அவருக்கு படிக்கிறதுக்கு பள்ளிக்கூடத்தில் போகணும்னு சொல்லியாச்சு. ஆசையா? பள்ளிக்கூடமா? எதுக்கு? ஆட்ட பிறக்கிறதுக்கு கூட காசு தெரியாது. அப்பலாம் அவளோட ஸ்கூலு. ஓடி போய் உன் வேலையை பாரு.
പ്രഭാത ഭക്ഷണം കഴിക്കാൻ റെഡിയാവാം. എന്തുവാ ടീച്ചറെ കഴിക്കാൻ? എന്താണ് ഇന്നലത്തെ ദിവസം പറഞ്ഞത്? ഇന്ന് എന്ത് കഴിക്കണം എന്നാണ്? ബ്രെഡും ജാമും. ബ്രെഡും ജാമും. അപ്പൊ ഇന്നും ബ്രെഡും ജാമും തന്നെ. നാളെയോ? നാളെ നമുക്ക് പുട്ടും കടല ഉണ്ടാക്കിയാലോ? ഓക്കെ, അപ്പൊ നാളെ പുട്ടും കടലയും നമുക്ക് കഴിക്കാൻ പോവാം. സാറേ ഇങ്ങോട്ടൊന്ന് വരുമോ? ഇത് കണ്ടോ സാറേ, ഈ പുതിയ ചാക്ക് പൊട്ടിച്ചതാ. ഇതിൽ കുറേ വെളുത്ത അരിയുണ്ടേ. ഈ അരി പൂത്തതാണോ? അയ്യോ ചേച്ചി, അത് പൂത്തരിയൊന്നുമല്ല, ഫോർട്ടിഫൈഡ് റൈസാ. ഫോർട്ടിഫൈഡ് റൈസോ? അതെന്തുവാ? ചേച്ചി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരക്കുറവോ വൈറ്റമിൻ്റെ കുറവുകളോ ഇതൊന്നും തന്നെ ഉണ്ടാവാതിരിക്കാൻ സാധാരണ അരിയിൽ മിക്സ് ചെയ്ത് വരുന്ന സാധനമാണ് ഫോർട്ടിഫൈഡ് റൈസ്. സാധാരണ അരി പിടിച്ച് വൈറ്റമിൻ B12, അയൺ, ഫോളിക് ആസിഡ് മിക്സ് ചെയ്ത് അരിയുടെ രൂപത്തിലാക്കി വരുന്നു. സാധാരണ അരിയിൽ മിക്സ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ കിട്ടുന്നു. ആണോ സാറേ? സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് എന്തൊക്കെയാ കിട്ടുന്നത്? പിന്നെ എല്ലാവരും എന്താ കഴിച്ചേ? ഏതൊക്കെയാ ഇഷ്ടപ്പെട്ടോ? ആരോൺ, നിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ ഈ പഞ്ഞം പിടിച്ച സ്കൂളിലേക്ക് TC വാങ്ങിയത്. നീ പഠിച്ച സ്കൂളിനേക്കാളും എന്ത് മേന്മയാണ് ഈ സ്കൂളിനുള്ളത്? ഓ എന്റെ പൊന്നു പപ്പ, പപ്പായ്ക്ക് ഈ സ്കൂളിനെ കുറിച്ച് അറിയാൻ വയ്യാഞ്ഞിട്ടാ. നമ്മുടെ സണ്ണിയങ്ങളുടെ മോൻ ഇവിടെ പഠിക്കുന്നത്. അവൻ എന്തെല്ലാം സമ്മാനങ്ങളാ ഓരോ മത്സരങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അറിയാമോ? അതൊക്കെ കാണുമ്പോ എനിക്ക് കൊതിയാ പപ്പ. കൂലിപ്പണിക്കാരൻ സണ്ണിയെ പോലെയാണോ ഞാൻ? നിന്റെയും നിന്റെ അമ്മയുടെ ആഗ്രഹം നടക്കട്ടെ, എനിക്ക് തീരെ താല്പര്യമില്ല. Look at the picture. What do you see in the picture? I am so fat. Listen. Monkey. And this? അവൻ എന്ത് കണ്ടിട്ടാണാവോ ഇവിടെ? சார் இது எங்க பசங்க? இங்க இவரை சேர்த்திக்க முடியுமா? എനിക്കൊന്നും അറിയില്ല. അകത്തെങ്ങാനും ചെന്ന് ചോദിക്കൂ. എല്ലാം തികഞ്ഞൊരു സ്കൂള്. അതേടോ, ഇതെല്ലാം തികഞ്ഞ സ്കൂളാണ്. നിങ്ങളാരാ? சார் என் பேரு லட்சுமி. என் பசங்களுக்கு இங்க படிக்கிறதுக்கு ரொம்ப ஆசை இருக்கு. ஆனா என் கையில காசு கிடையாது. நான் இங்க என்ன வேலை வேணாலும் செய்கிறேன். ஆனா என் குழந்தைகளை இங்க படிக்கிறதுக்கு முடியாதுன்னு மட்டும் சொல்லாதீங்க சார். ലക്ഷ്മിയുടെ ആരാ പറഞ്ഞത് ഈ സ്കൂളിൽ പഠിക്കുന്നതിന് പൈസ വേണോന്ന്? ഇവിടെ കാശിന് ആവശ്യമൊന്നുമില്ല. നമുക്കെല്ലാം സൗജന്യമാണ്. മാത്രമല്ല, സർക്കാർ നമുക്ക് ഉച്ചഭക്ഷണവും പാഠപുസ്തകവും കുട്ടികൾക്കുള്ള യൂണിഫോമും സൗജന്യമായി സ്കൂളിൽ തരുന്നുണ്ട്. അപ്പോൾ ടീച്ചർ, അതെല്ലാം സൗജന്യമായിരുന്നു? ഈ ധാരണയാണ് ആദ്യം മാറ്റേണ്ടത്. സൗജന്യമായി കിട്ടുന്നത് മോശമാണെന്നുള്ള ഈ ധാരണ. അതല്ല ടീച്ചറെ, എനിക്കോ ചെറുപ്പത്തിൽ നന്നായി പഠിക്കാൻ പറ്റിയില്ല. എന്റെ മോനും ആ അവസ്ഥ വരരുത്. അതുകൊണ്ടാണ് ആ സ്കൂളിൽ ഫീസ് കൊടുത്ത് ഞാൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ആ സ്കൂളിൽ നല്ല അച്ചടക്കമാണ്. അച്ചടക്കം കുരുന്നു മനസ്സുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയ കുഴപ്പമുണ്ടാക്കും. പിന്നെ എല്ലാ ബന്ധങ്ങളിലും അവൻ ആ അച്ചടക്കം കാത്തു സൂക്ഷിക്കും. എന്തിന്? ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും. വീട് വിട്ടാൽ സ്കൂള് വിട്ടാൽ വീട്. എന്തിനാടോ ഇങ്ങനെ? ഇവർ കുഞ്ഞുങ്ങളല്ലേ, അവർ കളിച്ചു വളരട്ടെ. അവർ ജീവിതം കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞും വളരട്ടെ. കൂട്ടുകാരൻ താഴെ വീഴുമ്പോൾ താങ്ങിയെടുക്കട്ടെ അവൻ. അവർ ഒരുമിച്ചിരുന്ന് കളിക്കുകയും ചിരിക്കുകയും കഥ പറയുകയും ചെയ്യട്ടെ. അതെല്ലാം പോട്ടെ. ഈ അടുത്ത സമയത്ത് നമ്മൾ എന്തെല്ലാം പ്രകൃതി ദുരന്തങ്ങളാണ് നേരിട്ടത്. അപ്പോഴൊക്കെ ആരുടെ അനുവാദം കൂടാതെ സുരക്ഷിതരായി അകത്ത് കയറിയിരിക്കാൻ പറ്റിയ ഏത് സ്ഥാപനമാണ് ഈ നാട്ടിലുള്ളത്? ടീച്ചറെ, നമുക്ക് പുതിയ 2 കുട്ടികൾ കൂടെ വന്നിട്ടുണ്ട്. അവരെ നമുക്ക് ക്ലാസ്സിലേക്ക് ഇരുത്താം.
അർപ്പണ, അർജിത്ത്, ഇവർ രണ്ടുപേരും പുതിയ കൂട്ടുകാരാണ്. ഇവർ രണ്ടുപേരെ നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുത്തണം. മാരി ഇന്ന് ഇവിടെ ഇരിക്കുക ഈ ക്ലാസ്സില്. അടുത്ത ദിവസം മുതൽ ടീച്ചർ വേറെ ക്ലാസ്സിലോട്ട് ആക്കിക്കോളാം കേട്ടോ. ഓക്കെ, എന്നാ ടീച്ചറിന്റെ കൂട്ടത്തിൽ കൂടിക്കോളൂ. മക്കളെ നോക്കിക്കേ, ഇന്നു മുതല് നിങ്ങളുടെ ക്ലാസ്സില് 2 പുതിയ കൂട്ടുകാരെയും കൂടെ നിങ്ങൾക്ക് കിട്ടി. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. മോളുടെ പേരെന്താ? മോന്റെ പേരെന്താ? മാരി. നല്ല പേരാണല്ലോ രണ്ടുപേരുടെയും. നമ്മുടെ ക്ലാസ്സിൽ പുതിയതായിട്ട് കൂട്ടുകാർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത് സാധാരണ? സമ്മാനം കൊടുക്കുമില്ലേ? നമുക്ക് ഇവർക്ക് സമ്മാനം കൊടുത്താലോ? ഒന്ന് കൈയടിച്ചേ. അതെ, നിങ്ങൾക്ക് തന്നെയാണ്. മോൻ വന്നേ, ഇങ്ങോട്ട് അടുത്ത് നിന്നേ. ടീച്ചറിന്റെ അടുത്തോട്ട് ചേർന്ന് നിന്നേ. നമുക്കൊരക്ഷരം എഴുതാം. ഏതാ അക്ഷരം? റാ. ഏതാ അക്ഷരം? റാ. മാരി പറഞ്ഞേ. റാ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. പ്രസിഡന്റ്, ഇത് ലക്ഷ്മിയുടെ 2 മക്കളെ നമ്മുടെ സ്കൂളിൽ പുതുതായി ചേർത്തു. അപ്പൊ അവർക്ക് വീടില്ല. ഇവർ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. വീടിന്റെ ആവശ്യത്തിനായി പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്തു. ഇവരെ ഒന്ന് സഹായിക്കണം പ്രസിഡന്റ്. വിഷമിക്കേണ്ട കേട്ടോ, ഞങ്ങളുണ്ട് കൂടെ. വേണ്ട ക്രമീകരണങ്ങൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ, ധൈര്യമായിട്ടിരിക്കും. ഈ കുട്ടികളുടെ സന്തോഷം കണ്ടില്ലേ? പൊതുവിദ്യാലയം ഒരു നാടിന്റെ അഭിമാനം തന്നെയാണ്. കേരള ഗവൺമെന്റ് പൊതുവിദ്യാലയത്തിന് വേണ്ടി ഒരുപാട് വൻകാര്യങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പഞ്ചായത്ത് തലത്തിലും മറ്റുള്ള എല്ലാ രീതികളിലും പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നമ്മുടെ ഗവൺമെന്റ് ഇന്ന് നമുക്ക് ചെയ്തു തരുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഗവൺമെന്റ് LPS നാറാണംമൂഴി. പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഉപജില്ലയിൽ ഗവൺമെന്റ് LP സ്കൂൾ നാറാണംമൂഴി നിർമ്മിച്ച ഷോർട്ട് ഫിലിം റാ ഹാഫ് ഓഫ് എ സർക്കിൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ആകാശത്ത് ഒരു മഴവില്ലായി മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉയർത്തെഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന പൊതുവിദ്യാലയങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പിന്തുണയും സഹായവും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്, വരും തലമുറയ്ക്ക് ഒരു പ്രചോദനവുമാണ്.